ഈശോ മിശിഹായിലേറ്റവും സ്നേഹിക്കപ്പെടുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, 50 നോമ്പിൻ്റെ 29-ാം ദിനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ദൈവാരാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായ ദൈവത്തെ സ്തുതിക്കുക എന്നുള്ള ആ ഒരു വലിയ ദൗത്യത്തെക്കുറിച്ച്, കടമയെക്കുറിച്ച്, കർത്തവ്യത്തെക്കുറിച്ച് നമുക്കൊരു നിമിഷം ചിന്തിക്കാം. ദൈവം നമ്മെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്, നമ്മെ സൃഷ്ടിച്ചത് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് നാം ഒരിക്കൽ ചിന്തിച്ചു. പ്രിയമുള്ളവരെ, ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്ന ഈ ജീവിതത്തിൽ നമ്മുടെ ദൈവാരാധന എപ്രകാരമാണ് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രഭാഷകന്റെ പുസ്തകം 43-ാം അധ്യായം 30-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു: എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ, അവിടുന്ന് അതിനും ഉപരിയാണ്. സർവശക്തിയോടും കൂടെ അവിടുത്തെ പുകഴ്ത്തുവിൻ, തളർന്നു പോകരുത്. എത്ര പുകഴ്ത്തിയാലും പരിധിയിലെത്തുകയില്ല. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലെ ദൈവാരാധന, ദൈവസ്തുതി എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സർവശക്തിയും സർവ കഴിവുകളും ഉപയോഗിച്ചുകൊണ്ടാണോ നാം ദൈവാരാധന നടത്തുന്നത്? ഏറ്റവും പ്രത്യേകമായി നമ്മുടെ ഏറ്റവും വലിയ ദൈവാരാധനയായ പരിശുദ്ധ കുർബാനയിൽ നാം പങ്കുചേരുമ്പോൾ നമ്മുടെ സ്വരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഉറക്കെ പ്രാർത്ഥിച്ചും ഉറക്കെ പാട്ടുപാടിയുമൊക്കെയാണോ ദൈവത്തെ ആരാധിക്കുന്നത് എന്ന് ഒരു നിമിഷം നമ്മൾ ചിന്തിക്കുക. പലപ്പോഴും പല സമയങ്ങളിലും ദേവാലയത്തിൽ ഗായക സംഘം ഉള്ളത് കൊണ്ട് മാത്രം പ്രാർത്ഥനകളും പാട്ടുകളും ഉയരുന്ന ഒരു അവസ്ഥയല്ലേ കടന്നു പോകുന്നത്? ഗായക സംഘത്തിന്റെ പാട്ടും പ്രാർത്ഥനയും നിലച്ചു കഴിഞ്ഞാൽ നിശബ്ദമായി പോകുന്ന ഒരു ദേവാലയമായി മാറുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ കേട്ടു വളർന്നിട്ടുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട്: പഠിച്ചതേ പാടൂ. അല്ലെങ്കിൽ മറ്റൊരു പഴഞ്ചൊല്ലിങ്ങനെയാണ്: ശീലിച്ചതേ പാലിക്കൂ. നമ്മുടെ ജീവിതത്തിൽ ദൈവാരാധന ശീലിക്കേണ്ടത്, ദൈവത്തെ, നമുക്ക് ശബ്ദം തന്ന നമ്മുടെ ദൈവത്തെ ആ ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് സ്തുതിക്കേണ്ടത് ഏറ്റവും വലിയ അത്യാവശ്യമാണെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വെളിപാടിന്റെ പുസ്തകം 19-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ നാം ഇങ്ങനെ കാണുന്നു: ഇതിനുശേഷം സ്വർഗത്തിൽ വലിയ ജനക്കൂട്ടത്തിൻ്റെതുപോലെയുള്ള ശക്തമായ സ്വരം കേട്ടു, ഹല്ലേലൂയ. സ്വർഗത്തിലെ ജനക്കൂട്ടത്തിന്റെ സ്വരം പോലെയുള്ള സ്തുതിയാണ് ഹല്ലേലൂയ എന്ന് പറയുന്നത്. തുടർന്ന് 6-ാം തിരുവചനത്തിൽ വെളിപാട് 19:6 ഇങ്ങനെ പറയുന്നു: പിന്നെ വലിയ ജനക്കൂട്ടത്തിന്റെയും പെരുവെള്ളത്തിന്റെയും ഗംഭീരമായ ഇടിമുഴക്കത്തിന്റെയും ശബ്ദം പോലെയുള്ള സ്വരം ഞാൻ കേട്ടു, ഹല്ലേലൂയ, സർവശക്തനും നമ്മുടെ ദൈവമായ കർത്താവ് വാഴുന്നു. പ്രിയമുള്ളവരെ, തുടർന്ന് പറയുകയാണ്: നമുക്ക് ആനന്ദിക്കാം, ആഹ്ലാദിച്ച് ആർപ്പ് വിളിക്കാം, അവിടത്തേക്ക് മഹത്വം നൽകാം. അപ്പൊ ആ സ്തുതിയുടെ സൗണ്ട് എന്ന് പറയുന്നത് സർവശക്തിയോടുകൂടിയുള്ള സൗണ്ടാണ്, സ്വരമാണ്. പെരുവെള്ളത്തിന്റെ സ്വരം പോലെ, ഇടിമുഴക്കത്തിന്റെ സ്വരം പോലെ, അത്രയും ഭയാനകമായ അല്ലെങ്കിൽ അത്രയും വലിയ ഒരു സ്വരമാണ് ദൈവത്തെ സ്തുതിക്കുന്നതിൽ സ്വർഗത്തിൽ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ സ്വർഗീയ ഗണങ്ങൾ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്നത് എന്ന് നാം ഓർക്കണം. അപ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ ദൈവത്തെ അതേപോലെ സ്തുതിച്ച് ആരാധിച്ചെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ ദൈവത്തെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 115:17 ഇങ്ങനെ പറയുക: മരിച്ചവരും നിശബ്ദതയിൽ ആണ്ടുപോയവരും കർത്താവിനെ സ്തുതിക്കുന്നില്ല. അപ്പോൾ നമുക്ക് സ്വരമുയർത്തി ദൈവത്തെ സ്തുതിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ദൈവത്തെ ആരാധിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ജഡമായ അവസ്ഥ, അല്ലെങ്കിൽ നിർജീവമായ അവസ്ഥ, മരിച്ചുപോയ അവസ്ഥ തന്നെയാണെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രഭാഷകൻ 17:28 തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്: ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്നവരാണ് കർത്താവിനെ സ്തുതിക്കുന്നത്. നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ, നമുക്ക് ജീവനുണ്ടെങ്കിൽ നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട്, ആരാധിക്കുവാനായിട്ട് നമ്മുടെ സ്വരം ഉപയോഗിക്കുവാൻ നമുക്ക് കഴിയണം. പ്രഭാഷകന്റെ പുസ്തകം 50:22 വചനം ഇങ്ങനെ പറയുക: എല്ലായിടത്തും വൻ കാര്യങ്ങൾ ചെയ്യുന്ന സകലത്തിൻ്റെയും ദൈവത്തെ വാഴ്ത്തുക. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ നാളുകളില്, പ്രത്യേകിച്ച് ഈ 50 നോമ്പിന്റെ ദിനങ്ങളില് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ജീവിതം, അത് നമ്മുടെ ജീവിതത്തിൽ ആക്കി മാറ്റുവാനായിട്ട്, ഇന്ന് വരെ നമ്മൾ അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ, നമ്മുടെ ജീവിതത്തിലെ ദൈവാരാധനയ്ക്ക്, ദൈവസ്തുതിക്ക് നമ്മുടെ ജീവിതത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമ്മുടെ സ്വരം ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ, ഈ നോമ്പ് കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ 29-ാം ദിവസം നമുക്കൊരു തീരുമാനമെടുക്കാം. ഒരു മാറ്റത്തിലേക്ക് കടന്നു വരാം. സ്വർഗത്തിൽ പോകണമെങ്കിൽ സ്വർഗത്തിൽ എങ്ങനെയാണോ അതേപോലെ ഈ ഭൂമിയിൽ പരിശീലിച്ച്, ഈ ഭൂമിയിൽ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് സ്വർഗത്തിലേക്ക് വളരാൻ, സ്വർഗത്തോളം എത്താൻ
ഈശോയെ നിത്യം സ്വർഗരാജ്യത്തിൽ സ്തുതിക്കാനായിട്ടുള്ള ആഗ്രഹത്തോടു കൂടി തന്നെ ഈ നോമ്പുകാലം നമുക്ക് ഒരുങ്ങാം. നമ്മുടെ തമ്പുരാൻ, പൊന്നു തമ്പുരാൻ, സ്നേഹം തന്നെയായ ഈശോ നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.